ഹലോ. ഞാനേ ഇപ്പോൾ ഈ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ഒരു വാർത്ത നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? മെഡിക്കൽ കോളേജിൽ സം എന്താ പറയുക, ലൈംഗിക അധിക്ഷേപത്തിന് വിധേയയായി ഒരു പേഷ്യൻറ്റ് അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിന് അവരെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അത്ര ഈ നഴ്സിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് ഓർഡർ വാങ്ങിച്ചിട്ടും അവരെ കയറ്റുന്നുണ്ടായിരുന്നില്ല ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവർ ഒരുപാട് സമരമൊക്കെ നടത്തിയതിന് ശേഷമാണ് അവരെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ ഇച്ചിരി ഇതുണ്ട്. ബട്ട് സ്റ്റിൽ ഐ തോട്ട് എന്നെപ്പോലുള്ളവർ ധൈര്യപൂർവ്വം പറയണമല്ലോ എന്നോർത്ത് ഞാനേ വനിതയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു കേട്ടോ. ആർട്ടിക്കിൾ പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ RMOs ഒക്കെ ചെയ്യുന്ന ചില ഇങ്ങനത്തെ കൊള്ളരുതായികൾ അത് ആരാ തുറന്നു പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? മമത മോഹൻദാസ്. ആ കുട്ടിക്ക് അവരൊരു നല്ല നടിയാണല്ലോ. അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. സം ഫോം ഓഫ് ക്യാൻസർ ആണ് അവർക്ക്. അപ്പോൾ അവർ US-ലൊക്കെയാണ് അതിൻ്റെ ചികിത്സയൊക്കെ ചെയ്ത് എപ്പോഴും മരുന്നും ഇതുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹതിയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു എന്തോ ടെസ്റ്റൊക്കെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിൽ ചെയ്തിട്ട് പുള്ളിക്കാരത്തി അത് അയച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ വനിതയിലുണ്ടായതാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഞാൻ പറയണത്. അവരോട് വിവസ്ത്രയാകാൻ പറഞ്ഞു 2 മെഡിക്കോസ് വന്നിട്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, എൻ്റെ ഇങ്ങനത്തെ ഈ ടെസ്റ്റിന് ഞാൻ എന്തിനാണ് വിവസ്ത്രയാകുന്നത്? അല്ല, അത് ആവശ്യമാണെന്ന് പറഞ്ഞു. അവർ അടിവസ്ത്രം മാത്രം ധരിച്ച് ഒന്ന് കിടന്നു. പിന്നെ അവർക്ക് തോന്നി ഇല്ല ഇതെന്തോ ഒരു പന്തികേടുണ്ടെന്ന് കരുതി അവർ നോക്കുമ്പം അവർ കണ്ണടിച്ച് കിടന്നു. ഇനി എന്തെങ്കിലും മെഷീൻസ് പിടിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. അതുപോലത്തെ റൂമായിരുന്നേ ഈ 2 മെഡിക്കോസും. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു അത്ര നല്ലതല്ലാത്ത ഒരു കമൻറ്റ് വാവുന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്നാണ്. ഏതാണെന്ന് എനിക്ക് ഇത്ര ഓർമ്മയില്ല കേട്ടോ. അവർക്ക് അതിൽ എഴുതിയിരുന്നു എന്ന് എനിക്കറിയില്ല. കുറച്ച് നാളായി, ഒരു 3-4 ഇയേഴ്സ് ബാക്കാണ് ഇത് വായിച്ചത്. അപ്പോൾ ഈ കുട്ടി വേഗം ചാടി എണ്ണിട്ട് വസ്ത്രം അണിഞ്ഞു, അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അവരെ 2 പേരുടെയും മെഡിക്കൽ ഡിഗ്രീസൊക്കെ എടുത്ത് കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1 വാസ് എ മലയാളി ആൻഡ് 1 വാസ് എ തമിഴിയൻ. അപ്പോൾ ഇത് ഒരു സെലിബ്രിറ്റിക്ക് സംഭവിക്കാമെങ്കിൽ പിന്നെ എന്നെപ്പോലെ ഒരു സാധാരണ സ്ത്രീക്ക് സംഭവിക്കില്ലേ? ഞാനും ഇതുപോലെ ഒരു ചെറിയ അനാസ്ഥ കൊണ്ട് ഒരു ഡോക്ടർ ആവശ്യമില്ലാതെ എന്നെ തൊടുകയുണ്ടായി. ഡോക്ടർ ആലോചിച്ച് നോക്കി, ഞാനൊരു മെഡിക്കൽ ചെക്കപ്പിന് പോയതാണ്, ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു RMO ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സീനിയർ ഡോക്ടർ ഇരിക്കുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഡോക്ടറുടെയും പറയുന്നില്ല, ഹോസ്പിറ്റലിൻ്റെയും പറയുന്നില്ല. വലിയൊരു ഹോസ്പിറ്റലാണെന്ന് മാത്രം പറയാം. കാരണം എന്താണെന്നറിയോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവെപ്പില്ലല്ലോ. ഞാനിപ്പോൾ ഇരുന്ന് പുലമ്പാന്നതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലുകാരുടെ റെപ്യൂട്ടേഷൻ ഞാൻ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സൂക്ഷിച്ച് ഒറ്റയ്ക്ക് പോകരുത്. ഇതില്ലേ എന്താ പറയണത്, എക്സ്റേ അല്ല, ഈ ECG മെഡിസിൻ ഒരു സാധനം ഇങ്ങനെ ഘടിപ്പിക്കില്ലേ നമ്മുടെ ദേഹത്ത്. ആ സമയത്താണ് ഡോക്ടറിൻ്റെ ശരീരം തൊട്ടത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അയാളല്ല അത് ചെയ്യേണ്ടത്, അയാളുടെ അസിസ്റ്റൻ്റാണ് ചെയ്യേണ്ടത്. അവരെ കൊണ്ട് അത് ചെയ്യിക്കാതെ ഈ മനുഷ്യൻ എന്തിനത് ചെയ്തു എന്ന് പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നതേ. എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണങ്ങനെ കെട്ടിയെന്ന് എനിക്കറിയില്ല. അത് എന്നെപ്പോലെ ഞാൻ എവിടെയും ഘോരഘോരം പ്രസംഗിക്കുന്നതല്ലേ. ആ സമയത്ത് എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല? ഞാൻ വിചാരിച്ചു ഇവരുടെ പ്രൊഫഷണൽ എത്തിക്സ് അല്ലേ എന്ന്. പിന്നീടാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, എത്ര തെറ്റാണ് ഇയാൾ കാണിച്ചത് എന്നോട് അല്ലേ. അവർ 2 പേരും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ വന്നത്. അപ്പോൾ എൻ്റെ മോള് ചെറുതാ, മോളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മോൾ അവിടെ ഇരുന്നിട്ട് വായിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് എന്നെ ലാസ്റ്റാണ് വിളിച്ചത്. ഇത്രയും പോലും എനിക്ക് ബോധം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സ്ത്രീകളെ നമ്മൾ തന്നെ സംരക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യും. എൻ്റെ അച്ഛനോ അമ്മയോ ആരും കൂടെ വരാനും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അച്ഛനൊക്കെ പ്രായമായി തുടങ്ങിയല്ലോ, അവർക്ക് മടിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. ഞാൻ ആരെയും ഒന്നിനും ഇത് ചെയ്യാറില്ല. ഇത്ര വയസ്സായ ആൾക്കാർ നമ്മളിനി അവിടെ വലിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെ ഇൻഫെക്ഷൻസ് അത് വേറെ ഉണ്ടാവില്ലേ. അപ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, എന്നെ അതങ്ങനെ ഹോണ്ട് ചെയ്തു. എൻ്റെ ഒരു കസിൻ്റെ മോളുണ്ട് കേട്ടോ, പുള്ളിക്കാരത്തി ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ചേച്ചി ഒരിക്കലും അങ്ങനെ ഒരു ഡോക്ടറിനെ അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അതൊരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു ലേഡി ഡോക്ടറാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഐ ഫെൽറ്റ് സോ എന്താ പറയണതെന്ന് പറയട്ടെ, എനിക്ക് അങ്ങോട്ട് അബ്യൂസ്ഡ് ആയിട്ട് തോന്നി. നിങ്ങൾ ഈ ഡോക്ടേഴ്സിനെ ദൈവങ്ങളായിട്ട് കാണുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ അവന്മാർ ചിലർ നല്ല ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല ഗൈനക്കോളജിസ്റ്റ് വരെ ഉണ്ട് മെയില്. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറയണം എന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ഞാൻ.
ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാദിക്കായിരുന്നു. അപ്പോൾ അവർ പറയും പ്രൊഫഷണൽ ഇതിൻ്റെ ഭാഗമായിട്ട്. നോ, ബിക്കോസ് പ്രൊഫഷണൽ എത്തിക്സിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് റൂൾസ് ഉണ്ട്. നമ്മൾ ബുർജിയിൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ എന്ത് നല്ലതാണെന്നറിയോ? ഐ തിങ്ക് ഇറ്റ് ഈസ് നൗ അണ്ടർ യൂസഫ് അലി, MA യൂസഫ് അലിയുടെ. അപ്പോൾ അവരൊക്കെ ഭയങ്കര സാത്വികത്തുള്ള ആൾക്കാരാണ്. പിന്നെ UAE സ്ത്രീകളെ ഇത്രയും സംരക്ഷിക്കുമല്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ അവരുടെ അനുവാദം ഇല്ലാതെ ഒരു തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യുകയുമില്ല. നമ്മളോട് ചോദിക്കും ആർ യു കംഫർട്ടബിൾ വിത്ത് മെയിൽ ഡോക്ടർ? ഇപ്പം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഡോക്ടറിനെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരില്ല. കാരണം അവരൊക്കെ പരദനാശിൻ്റെ ലേഡീസ് അല്ലേ, ബുർക്ക ഇട്ടിട്ടല്ലേ വരണേ. സോ ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എന്താണെന്നറിയോ, ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് ടെസ്റ്റ് എന്തൊക്കെ കിട്ടി, ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ടെസ്റ്റ് പോലും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. അതൊക്കെ സാധാരണ രീതിയിലുള്ള റിസൾട്ട്സ് ഒക്കെ ആയിരുന്നു. വെറുതെ ഒന്ന് എടുത്തത് എൻ്റെ ഈ ക്ഷീണവും അതൊക്കെ കാരണം. അനീമിയ ഉണ്ടേ, അതുകൊണ്ട്. അപ്പോൾ അനീമിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക സ്ത്രീകൾ, നല്ല നല്ല പഴങ്ങൾ കഴിക്കുക കേട്ടോ. ഞാൻ പുറത്ത് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ എനിക്കിത് പെട്ടെന്ന് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് പോകണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവർ ഇരയുടെ അതിജീവിതയുടെ കൂടെയൊക്കെ നിന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കിവിടെ ആരോടും മിണ്ടാനൊന്നും പറ്റില്ലേ? എനിക്കങ്ങോട്ട് വല്ലാണ്ടൊരു കഷ്ടം തോന്നി കേട്ടോ. ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ ആകാൻ പാടില്ല അല്ലേ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഞാനപ്പോൾ പിന്നെ വന്നിട്ട് വീഡിയോയുടെ ഫുള്ളും പിന്നെ എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഇങ്ങനെ എടുത്ത് നോക്കി, പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കി. ഇത് തന്നെ ബെറ്റർ പറഞ്ഞിട്ട് എടുത്തേക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വന്നോ വണ്ടി വന്നു. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ. പക്ഷേ ഇത് മറക്കരുത് എല്ലാവരും. ഏതെങ്കിലും മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മൾ ഓരോ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് പോകണം, ഡിപ്പെൻഡൻ്റ് ആവരുത്. പുരുഷനല്ല, ആരെങ്കിലും കൂട്ട് വേണം. ഒറ്റയ്ക്ക് പോയാൽ ഇതാണ്. അവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഈ നാട്ടിലാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് മെഡിക്കൽ ഫീൽഡിലുള്ളവർ, ഡോക്ടേഴ്സൊക്കെ പണ്ടത്തെ പോലെ നമുക്ക് എന്താ പറയുക, ദൈവമല്ല, കൺകണ്ട ദൈവമൊന്നുമല്ല. അവർ ജസ്റ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ ദർ വയറ്റിപ്പഴുപ്പ്. അതുപോലെ ആയിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന വേറൊരാളും ഇതുപോലെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് മെഡിക്കോ നെഗ്ലിജൻസ് കേസ് എന്ന് പറയും അതിനെ കേട്ടോ. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക ഇട്ടിട്ട് മൂടിക്കെട്ടി വെച്ചു. പിന്നീട് അവർ വേറെ ഹോസ്പിറ്റലിൽ കണ്ടു. അതൊരു ഡോക്ടർ, ഞാൻ അറിയുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. അദ്ദേഹം വളരെ നെഗ്ലിജൻ്റ് ആണ്, ഒന്നും മര്യാദയ്ക്ക് ചെയ്യില്ല. ഞാനൊന്നും ഇപ്പോൾ പോകാറ് പോലില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാറേയില്ല ഇപ്പം ഞങ്ങൾ. അദ്ദേഹം ഇങ്ങനെ ചെയ്തു വെച്ചു. നെഗ്ലിജൻസിന് ഇപ്പോൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഷുറൻസും അതൊക്കെ ഉണ്ട്. ഭയങ്കര റിച്ച് ഡോക്ടേഴ്സാണ്. പക്ഷേ ആ സ്ത്രീ അനുഭവിച്ച വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നാളുകളായിട്ട് അവർ ആ വേദന തിന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി കൂട്ടുക. കാരണം നമ്മളുടെ ശരീരമാണേ, നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. എന്താ പറയുക, ഗാർഡിയൻ ആവേണ്ടത്. വേറെ ആരും എന്ന് നമുക്ക് ഗാർഡിയൻ ആവാനായിട്ട് അല്ലേ. അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം ഒരു 6 വർഷമായിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അയ്യോ, പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ എന്താ പറയണേ, ആ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ ആരോടും പറയാറില്ല. എന്തിനാ വെറുതെ. കാരണം അവരൊക്കെ വലിയ കോർപ്പറേറ്റ്സ് ആണ്. അന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ അന്ന് എനിക്ക് ആ ധൈര്യവും ചങ്കൂറ്റും ഇല്ലായിരുന്നു. ഈ കുറച്ചൊരു 3-4 വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ധൈര്യമൊക്കെ ആർജിച്ചതെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. എന്തിനാ എന്നെപ്പോലെ ധൈര്യമുള്ളൊരു സ്ത്രീ എന്തുകൊണ്ട് അത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വന്നു എന്ന് എനിക്കറിയില്ല. ഇന്നും ഞാൻ അതിനെ ഹോണ്ട് ചെയ്യാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇത് തുറന്ന് പറച്ചിലുകളിൽ ചിലതാണ്. ഇത് തുറന്ന് പറയുന്നതിൽ എനിക്ക് ചിലപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞേക്കാം എൻ്റെ വീട്ടിൽ. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് പറയേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മക്കളെ, പെൺമക്കളെയും പിന്നെ അനുജത്തിമാരെയും പെങ്ങന്മാരെയും ഒന്നും ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ വിടരുത് കേട്ടോ. ഞാൻ ആങ്ങളമാരോടും ഹസ്ബൻഡ്സിനോടും അച്ഛന്മാരോടൊക്കെയാണ് പറയണത്. കാരണം നമ്മുടെ ലോകം അങ്ങനെയായിപ്പോയി. UAE പുറത്തുള്ള കൺട്രീസിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും UAE-യിലും പുറത്ത് പോയി ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കേരളത്തിൽ തന്നെ കഴിയണ്ടേ? എന്ന് മാറുമോ അല്ലേ ഇതൊക്കെ. പക്ഷെ മെഡിക്കോ ലീഗൽ കേസ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. ശരി, പോട്ടെ, നോക്കിയതേ.